കൊച്ചിയിൽ വിദ്യാർത്ഥിനിയെ കാണാതായി. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിനി തൻവിയാണ് കാണാതായത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, എപ്പോൾ മുതലാണ് കുട്ടിയെ കാണാതായിട്ടുള്ളത്? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് വൈകിട്ട് മുതലാണ് ഈ കുട്ടിയെ കാണാതായത് എന്നാണ് ലഭിക്കുന്ന വിവരം. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻവി. 12 വയസ്സുള്ള തൻവി. കുട്ടി സ്കൂളിലേക്ക് പോയതാണ്. സ്കൂളിൽ നിന്ന് തിരിച്ച് അവിടെ നിന്ന് പോന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിവരം. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമക്കര പോലീസ് ഈ കുട്ടിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നഗരത്തിൽ വിവിധയിടങ്ങളിലാണ് പോലീസ് ഇപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എളമക്കര പോലീസ് മാത്രമല്ല, നഗരത്തിലെ മറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കുട്ടിക്ക് വേണ്ടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം എളമക്കര SHO നേരത്തെ നമ്മളോട് പറയുകയുണ്ടായി. ഈ കുട്ടി അധികം ദൂരം പോയിട്ടുണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കാണാതായത്, ഏത് സാഹചര്യത്തിലാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത. ഉമേഷ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഉമേഷ്, സ്കൂൾ വിട്ട ശേഷം കാണാതായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കൂട്ടുകാരുമൊക്കെയായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്കാണോ സാധാരണഗതിയിൽ എല്ലാ ദിവസവും കുഞ്ഞ് സ്കൂളിൽ നിന്ന് മടങ്ങുകയൊക്കെ ചെയ്യുന്നത്? ഒറ്റയ്ക്ക് സൈക്കിളിലാണ് സാധാരണ പോയി വരാറുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നും അതുപോലെ സ്കൂളിലേക്ക് പോയി അതുപോലെ സമയമാകുമ്പോൾ വീട്ടിലേക്ക് എത്തും എന്ന് കരുതിയിരിക്കുക തന്നെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത്. വീട്ടുകാരുണ്ടായിരുന്നത്. പക്ഷെ ഏറെ സമയമായിട്ടും കുട്ടി വരാതിരുന്ന സാഹചര്യത്തിൽ കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു. കൂട്ടുകാരുടെ വീടുകൾ ഉൾപ്പെടെ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ കൃത്യമായ വിവരം ലഭിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലടക്കം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. നഗരത്തിനകത്തും പുറത്തും പൊതുവയ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വരെ പോലീസ് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ സംഘങ്ങളായി പോലീസ് തിരച്ചിൽ നടത്തുന്നു. അധിക ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. കുട്ടിയുടെ വിവിധ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് സമാഹരിക്കാനായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പോലീസ് കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വിവിധ സംഘങ്ങളായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ശ്രമകരമാണ്. അധികം ദൂരം പോയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോൾ പോലും വൈകുന്നേരം മുതൽ കാണാതായ കുട്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഇത്രയും സമയമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും ഏറ്റവും നിർണായകമാകുക, അല്ലേ? തീർച്ചയായും അത് തന്നെ. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഉള്ള അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഈ പോലീസിനൊപ്പം കുട്ടിയുടെ മാതാപിതാക്കളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ കൂടെ നിർദ്ദേശപ്രകാരം കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ അവർക്ക് അറിയും. അതുകൊണ്ട് ആ നിലയിൽ അവർ പറയുന്നത് പോലെ ഉള്ള വഴികളിലൂടെ പോലീസ് സഞ്ചരിക്കുകയാണ്. ഒന്നല്ല, വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നഗരത്തിനകത്തും പുറത്തുമൊക്കെ കുട്ടിക്ക് വേണ്ടി അരിച്ചു പിറക്കുകയാണ്. അധികം വൈകാതെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ പോലീസ് നേരത്തെ പങ്കുവെക്കുകയുണ്ടായി. ഇതിനകം തന്നെ ഒരുപക്ഷെ സൂചന ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുട്ടി സൈക്കിൾ പോകുന്നതിന്റെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മാതാപിതാക്കളുടെയും ഒപ്പം നാട്ടുകാരുടെ അടക്കം സഹായം തേടി ഉള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ 1-2 മണിക്കൂറുകൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭിക്കും. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. ശരി, KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ കൂടി ശേഖരിക്കും ഉമേഷ്. വീണ്ടും മടങ്ങിയെത്താം ഈ വാർത്തയിലേക്ക്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊച്ചിയിൽ കാണാതായിരിക്കുന്നത്. സ്കൂൾ വിട്ട കുട്ടി തിരികെ വീട്ടിലെത്തിയിരുന്നില്ല. ഇപ്പോൾ ഊർജിതമായ അന്വേഷണം കൊച്ചിയിലെ വിവിധ മേഖലകളിൽ നടക്കുന്നു എന്നുള്ളതാണ് KM ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.